Today I am discussing December 2018 Environmental Engineering 1 question paper. Part A, first question, what is fire demand? How will you calculate fire demand? 5 mark question ആണ്. അപ്പോൾ ആദ്യം ഫയർ ഡിമാൻഡ് എന്താണെന്ന് എഴുതുക, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ള. അപ്പോൾ ഇതിൽ കുറച്ച് 5 മാർക്സിനല്ല കുറച്ചുകൂടെ കൂടുതൽ വരത്തക്ക രീതിയിൽ ആൻസർ ഇട്ടേക്കുന്നത് നിങ്ങൾ 5 മാർക്സിന് കണക്കാക്കി എഴുതിയാൽ മതി. അപ്പോൾ ഫയർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ഫയർ ഫൈറ്റിംഗ് പർപ്പസസ്. ഇനി ഫയർ ഹൈഡ്രൻസ് ആർ യൂഷ്വലി ഫിറ്റഡ് ഇൻ ദി വാട്ടർ മെയിൻസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് നോട്ട് മോർ ദാൻ അബൌട്ട് 150 മീറ്റർ. Firefighting pumps are immediately connected into them by the fire brigade personnel as soon as a fire breaks out. Then these pumps then throw water on the fire at very high pressure so as to bring it under control. Then minimum water pressure available at fire hydrants should be of order of 100 to 150 kilonewton per meter square and should be maintained even after 4 to 5 hours of constant use of fire hydrant. അപ്പോൾ മിനിമം വാട്ടർ പ്രഷർ അവൈലബിൾ എന്ന് പറഞ്ഞത് 100 to 150 kilonewton per meter square. Then how to calculate the fire demand? ഫയർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ എംപെറിക്കൽ ഫോർമുല ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ബസ്റ്റൺസ് ഫോർമുല. ബസ്റ്റൺസ് ഫോർമുല സ്റ്റേറ്റ്സ് ദാറ്റ് Q is equal to 5663 into root P, where Q is the quantity of water required for firefighting in liters per minute. P is a population in thousands. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ആ ഇക്വേഷനിൽ P എന്ന് പറഞ്ഞത് പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സിലാണ്. Second, Kuchling's formula. Kuchling's formula states that Q is equal to 3182 into root P, where P is a population in thousands and Q quantity of water required to meet the fire demand in liters per minute. Then third, Freeman's formula. Freeman's formula states that Q is equal to 1136 into P by 10 plus 10. ക്യൂവും പിയും സെയിം തന്നെയാണ് മേളിൽ പറഞ്ഞ രണ്ട് ഇക്വേഷനിലും പറഞ്ഞ മാതിരി. ദെൻ നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റേഴ്സ് ഫോർമുല, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അമേരിക്കൻ ഇൻഷുറൻസ് അസോസിയേഷൻ. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫോർ എ സെൻട്രൽ കൺജസ്റ്റഡ് ഹൈ വാല്യൂഡ് സിറ്റി ആണെങ്കിൽ അതിൽ തന്നെ വീണ്ടും സബ് ഡിവിഷൻ ഉണ്ട്. വെൻ ദ പോപ്പുലേഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 lakhs, Q equal to 4637 into root P into 1 minus 0.01 root P. Qയും Pയും എല്ലാം നേരത്തെ പറഞ്ഞ മാതിരി. Then when the population is greater than 2 lakhs, a provision of 54,600 liters per minute may be made with an extra additional provision of 9,100 to 36,400 liters per minute for a second fire. അപ്പോൾ പോപ്പുലേഷൻ 2 lakhs കൂടുതലാണെങ്കിൽ നമ്മളൊരു പ്രൊവിഷൻ കൊടുക്കുക 54,600 liters per minute. ഇത് കൂടാതെ ഒരു അഡീഷണൽ പ്രൊവിഷനും കൂടെ കൊടുക്കണം വീണ്ടും ഒരു സെക്കൻഡ് ഫയർ ഉണ്ടാകുകയാണെങ്കിൽ. ആ അഡീഷണൽ പ്രൊവിഷനാണ് 9,100 to 36,400 liters per minute. അപ്പോൾ ഇത്രയാണ് സെൻട്രൽ കൺജസ്റ്റഡ് ഹൈ വാല്യൂഡ് സിറ്റി. ഇനി സെക്കൻഡ് കേസ് ഫോർ എ റെസിഡൻഷ്യൽ സിറ്റി. റെസിഡൻഷ്യൽ സിറ്റി അതിൽ സ്മോൾ ഓർ ലോ ബിൽഡിങ്സ് ആണെങ്കിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 2200 liters per minute. ഇനി ലാർജർ ഓർ ഹയർ ബിൽഡിങ്സ് ആണെങ്കിൽ 4500 liters per minute. Then third, high value residences, apartments, tenements ആണെങ്കിൽ 7650 to 13,500 liters per minute. 3-storied buildings in densely built up sections up to 27,000 liters per minute. Then next question, explain in brief different methods used for prediction of future population of a city. അത് 10 marks question ആണ്. അപ്പം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം.
എല്ലാം എന്ന് പറയുമ്പം ഏകദേശം ഒരു അഞ്ചെണ്ണമെങ്കിലും നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്തേക്കണം 10 മാർക്കിനാവുമ്പം. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പിൽ ആദ്യം ആ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അതിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞത് population increases at a constant rate, that is the rate of change of population with respect to time remains constant. That is, the rate of change of population with respect to time means dp by dt equal to a constant, that is k, or dp equal to k into dt. Integrating this with population p1 to p2 and then time t1 to t2, then we get p2 minus p1 is equal to k into t2 minus t1. Then population after n decade is equal to Pn, that is equal to P0 plus Nx bar. P0 initial population or last known census population, n number of decades between now and future, x bar average of the increase in population. Then second, geometric increase method. It is also called uniform increase method. In geometric increase method, assumption is the per decade or the percentage increase in the per decade percentage increase or percentage growth rate is assumed to be constant, and the increase is compounded over the existing population every decade. അപ്പോൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞത് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർ. ദെൻ arithmetic increase methodിലാണെങ്കിൽ no compounding is done, but in case of geometry increase method compounding is done every decade. Then population after n decade, Pn is equal to P0 into 1 plus R by 100 the whole raised to n. P0 last known census population, R is a assumed growth rate, n number of decades between now and future. ഇനി ഈ അസ്യൂംഡ് ഗ്രോത്ത് റേറ്റ് ആർ കണ്ടുപിടിക്കാൻ only two populations are given, that is P1 and P2 at times T1 and T2. Then R equal to tth root of P2 by P1 minus 1. P1 initial known population, P2 final known population. T means the number of decades between P1 and P2. ഇത് രണ്ട് പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂവെങ്കിലാണ് ഈ ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. പക്ഷേ നമുക്ക് കുറേ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കാൻ, അപ്പോൾ ആദ്യം നമ്മൾ പോപ്പുലേഷൻ P1 P2 P3 എക്സെട്ര Pn ആണെങ്കിൽ ഓരോന്നിലെയും ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിലെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിക്കേഡിലെ R1 R2 R3 എക്സെട്ര RT ആണെങ്കിൽ അതിൻ്റെ ഒന്നിൽ അതിൻ്റെ അരിത്തമെറ്റിക് ആവറേജ് എടുക്കാം, അല്ലെങ്കിൽ ജോമെട്രിക് ആവറേജ് എടുക്കാം. അരിത്തമെറ്റിക് ആവറേജ് ആണെങ്കിൽ ഗ്രോത്ത് റേറ്റ് ആർ ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര RT ബൈ T. ഇനി ജോമെട്രിക് ആവറേജ് ആണെങ്കിൽ tth റൂട്ട് ഓഫ് R1 ഇൻറ്റു R2 ഇൻറ്റു R3 ഇൻറ്റു എക്സെട്ര RT. അവിടെ T എന്ന് പറഞ്ഞത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ്, R1 R2 R3. ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ T എന്ന് പറഞ്ഞത് 3. അപ്പോൾ tth റൂട്ട് ഓഫ്, അപ്പോൾ ജോമെട്രിക് ആവറേജ് എടുക്കുകയാണെങ്കിൽ tth റൂട്ട് ഓഫ് R1 ഇൻറ്റു R2 ഇൻറ്റു R3 ഇൻറ്റു എക്സെട്ര RT. അരിത്തമെറ്റിക് ആണെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര RT ബൈ T. ഇതിൽ ജോമെട്രിക് ആവറേജോ അരിത്തമെറ്റിക് ആവറേജോ ഒന്നും പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യുക. പക്ഷേ ഫീൽഡ് എഞ്ചിനീയേഴ്സ് യൂസ് അരിത്തമെറ്റിക് ആവറേജ് ബിക്കോസ് ദ വാല്യൂ ഗ്രോത്ത് റേറ്റ് ഈസ് ഹയർ compared to geometric average. Then incremental increase method. Arithmetic increase method the rate of change of population with respect to time remains constant. But ഇതിലാണെങ്കിൽ geometric increase methodിലാണെങ്കിൽ percentage increase in population from decade to decade remains constant. But in case of incremental increase method, the per decade growth rate is not assumed to be constant, as in the case of arithmetic or geometric increase method, but it is progressively increasing or decreasing depending upon whether the average of the incremental increases in the past decade is positive or negative. അപ്പോൾ ഇവിടെ ഗ്രോത്ത് റേറ്റ് ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല, ഇറ്റ് വിൽ വേരി ഡിപ്പെൻഡിങ് അപ്പോൺ the average of the incremental increase in the past decade is positive or negative. Then population after n decade is equal to
P0 plus nx bar plus n into n plus 1 by 2 into y bar, where P0 last known census population, n number of decades between now and future, x bar average of the increase in population, y bar average of the incremental increase in population. Then decrease growth rate method. Decrease growth rate method in this method, the average decrease in the percentage increase is worked out and is then subtracted from the latest percentage increase for each successive decade. അപ്പോൾ ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡിൽ ഇപ്പോൾ ആവറേജ് ഡിക്രീസ് ആദ്യം നമ്മൾ പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് അതിൻ്റെ ആവറേജ് ഡിക്രീസ് കാണുക. ആ ആവറേജ് ഡിക്രീസ് ഇൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഈസ് വർക്ക്ഡ് ഔട്ട് and is then subtracted from the latest percentage increase for each successive decade. അപ്പോൾ ആ ലേറ്റസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്ന ഓരോ ഡിക്കേഡിലെയും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ആ ഗ്രോത്ത് റേറ്റ്. ദെൻ ദ പോപ്പുലേഷൻ ആഫ്റ്റർ n decade Pn is equal to P0 into 1 plus R by 100. റൈസ് ടു n ഇല്ല, എന്താണെന്ന് വെച്ചാൽ n എപ്പോഴും 1 ആയിരിക്കണം. R എന്ന് പറഞ്ഞത് ഗ്രോത്ത് റേറ്റ്, ആ 6 നമ്മളിവിടുന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ കണ്ടുപിടിക്കുക. ആവറേജ് ഡിക്രീസ് ഇൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഈസ് വർക്ക്ഡ് ഔട്ട് ആൻഡ് ഈസ് ദെൻ സബ്ട്രാക്റ്റഡ് ഫ്രം ദ ലേറ്റസ്റ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ ഈച്ച് സക്സസീവ് ഡിക്കേഡ്. ദെൻ സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്. സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഇയർ ആൻഡ് പോപ്പുലേഷൻ. ദെൻ ഒരു സ്മൂത്ത് കർവ് കിട്ടും. ദെൻ ദ ഗ്രാഫ് ഈസ് smoothly extend up to the desired year, we will get the future population. Then comparative graphical method. Comparative graphical method in this method, the cities having conditions and characteristics similar to the city whose future population is to be estimated are first of all selected. It is then assumed that the population of the city under consideration will develop as the selected similar cities have developed in the past. അപ്പോൾ കണ്ടീഷൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒരുപോലെ വരുന്ന സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ സിറ്റീസ് എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യുക അതേമാതിരിയാണ് നമുക്ക് ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കേണ്ട സിറ്റിയും ഡെവലപ്പ് ചെയ്യണമെന്നുള്ള അസംഷൻ. ദെൻ മാസ്റ്റർ പ്ലാൻ മെത്തേഡ് ഓർ സോണിംഗ് മെത്തേഡ്. മാസ്റ്റർ പ്ലാൻ മെത്തേഡിൽ the city is divided into different zones such as commercial centers, industrial areas, residential areas, school, college, parks, etc. Then these master plans are prepared for a period of about 25 to 30 years. Then അപ്പോൾ the city എന്ന് പറഞ്ഞതിന് പല പല സോണായിട്ട് ഡിവൈഡ് ചെയ്തു. Then the population densities for various zones of the towns to be developed are also fixed. Population density കിട്ടിക്കഴിഞ്ഞാൽ we are easy to design the population density of a particular zone is fixed. It is very easy to design the water supply scheme. Then ratio method or apportionment method. In this method, the city census population record is expressed as a percentage of the population of the whole country. ആ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കളക്ട് ലോക്കൽ പോപ്പുലേഷൻ ആൻഡ് ദ കൺട്രീസ് പോപ്പുലേഷൻ ഫോർ ദി ലാസ്റ്റ് 4 to 5 decades are collected from the census department. Then find out the ratio between the local population and the national population. Then this ratio with time, a graph is plotted with a time along the x-axis and the ratio along the y-axis. Then the graph is smoothly extended up to the design period. We will get the ratio corresponding to the future year, and this ratio multiplied with the expected national population, we will get the city's future population. Then logistic curve method. Logistic curve എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ സിമ്പിൾ ഗ്രാഫിക്കൽ പറഞ്ഞ മാതിരി എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് വിത്ത് ടൈം along the x-axis and population along the y-axis. Then S-shaped curve is obtained. That S-shaped curve is called logistic curve. S-shaped കർവിൽ കുറേ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. JK, L, M, N. അതാണ് S-shaped curve. അതിൽ ഫ്രം J to K
the rate of change of population with respect to time, that is dp by dt, is proportional to p. Then from k to l and l to m, dp by dt is equal to constant. Then m to n, dp by dt is proportional to ps minus p, where ps is the saturation population. Saturation population എന്ന് പറഞ്ഞാൽ maximum population. Then ഇതിൽ നമ്മളിപ്പോൾ എസ് ഷേപ്പ് കർവ് വരച്ചു, അതുപോലെ ഗ്രോത്ത് റേറ്റിൻ്റെ കർവും പ്ലോട്ട് ചെയ്യുക. ആ ഗ്രോത്ത് റേറ്റിൽ മാക്സിമം പോയിൻ്റ് നോക്കുക. ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ഗ്രോത്ത് റേറ്റ് ഈസ് മാക്സിമം ഈസ് കോൾഡ് ദ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ആ എസ് ഷേപ്ഡ് കർവിൽ എവിടെയാണ് ഈ ഗ്രോത്ത് റേറ്റ് മാക്സിമം വരുന്നത്, ആ പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ഗ്രോത്ത് റേറ്റ് ഈസ് മാക്സിമം. ദെൻ P.F. Verhulst has put forward a mathematical solution of this logistic curve. A mathematical solution is log Ps minus P by P minus log Ps minus P0 by P0 equal to minus K into Ps into T. ഇതിലെല്ലാത്തിലും log base E, where P0 population at the start point of the curve, P is saturation population, P population at any time T from the origin J, and K is a constant. Then ഇപ്പോൾ ഇതിൽ ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോഗ് എ മൈനസ് ലോഗ് ബി, അതിന് ലോഗ് എ ബൈ ബി, അപ്പോൾ ലോഗ് പി എസ് മൈനസ് പി ബൈ പി, അതിന് എന്നിട്ട് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു പി സീറോ ബൈ പി എസ് മൈനസ് പി സീറോ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. അതിൽ നമുക്ക് ലോഗ് പി എസ് മൈനസ് പി ബൈ പി ഇൻറ്റു പി സീറോ ബൈ പി എസ് മൈനസ് പി സീറോ ഈക്വൽ ടു ലോഗ് ഇൻവേഴ്സ് മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് പി എസ് മൈനസ് പി ബൈ പി കണ്ടുപിടിക്കാൻ പി എസ് മൈനസ് പി സീറോ ബൈ പി സീറോ ഇൻറ്റു ലോഗ് ഇൻവേഴ്സ് മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് പി എസ് മൈനസ് പി മൈനസ് 1 ഈക്വൽ ടു ദ റൈറ്റ് സൈഡ്. അതിൽ നിന്ന് പി നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത് പി ആണ് കണ്ടുപിടിക്കാൻ. പി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ അറ്റ് എനി ടൈം ടി. ഫോർ പി എസ്, പി ഈസ് ഈക്വൽ ടു പി എസ് ബൈ 1 പ്ലസ് പി എസ് മൈനസ് പി സീറോ ബൈ പി സീറോ ഇൻറ്റു ലോഗ് ഇൻവേഴ്സ് മൈനസ് കെ ഇൻറ്റു പി എസ് ഇൻറ്റു ടി. Put Ps minus P0 by P0 equal to m, a constant, and minus k into Ps equal to n, another constant. Then P is equal to Ps divided by 1 plus m log inverse n into t. And this is the required equation of the logistic curve. Then ഈ ഇക്വേഷനിൽ ഇതാണ് ഇപ്പോൾ പോപ്പുലേഷൻ അറ്റ് എനി ടൈം ടി. അതിൽ പി എസ് കണ്ടുപിടിക്കണം. എം നേരത്തെ പറഞ്ഞു പി എസ് മൈനസ് പി സീറോ ബൈ പി സീറോ, എൻ എന്ന് പറഞ്ഞത് നമ്മൾ ഇനി കണ്ടുപിടിക്കണം. അത് രണ്ടും അറിയാമെങ്കിൽ മാത്രമേ ലോജിസ്റ്റിക് കർവ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടി എം സി ലീൻ ഫർദർ സജസ്റ്റഡ് 3 ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് പോപ്പുലേഷൻ, ദറ്റ് ഇസ് P0, P1, P2 at time T0, T1, T2 such that T0 equal to 0, T2 equal to 2 times, T1 equal to T1 and T2 equal to 2 times T1. Then Ps equal to 2 P0 P1 P2 minus P1 square into P0 plus P2 divided by P0 P2 minus P1 square. M equal to നേരത്തെ പറഞ്ഞ തന്നെയാണ് Ps minus P0 by P0. N equal to 1 by T1, 2.3 by T1 log base 10 P0 into Ps minus P1 by P1 into Ps minus P0. പരീക്ഷയ്ക്ക് ലോജിസ്റ്റിക് കർവ് മാത്രം സെപ്പറേറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 10 മാർക്ക് ആയതുകൊണ്ട് ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലോജിസ്റ്റിക് കർവ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും എഴുതണം, അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഫൈനൽ ഇതുവരെ എഴുതുക. ഇതെല്ലാം നേരത്തെയും നമ്മൾ സ്ലൈഡ് ഇട്ടിട്ടുള്ളത് തന്നെയാണ്, പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞത്. ദെൻ അടുത്ത വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർ ക്യാപിറ്റ ഡിമാൻഡ്. 5 മാർക്കാണ്. 5 മാർക്കാകുമ്പം ആ ഫാക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഓരോന്നിനെയും കുറിച്ച് ഒരു സെൻറ്റൻസ് എങ്കിലും എഴുതണം. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർ ക്യാപിറ്റ ഡിമാൻഡ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, പിന്നെ കോസ്റ്റ് ഓഫ് വാട്ടർ, പ്രഷർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, economic status of consumers, number of commercial establishments and industries, method of charging, whether it is metered or unmetered, then quality of water, sewerage system, size of town or a city, then system of supply of water. ഇതിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിൽ സമ്മർ സീസൺ ദ കൺസ്യൂമേഴ്സ് യൂസ് മോർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കമ്പയർഡ് ടു
വിൻ്റർ സീസൺ. അപ്പോൾ സമ്മർ സീസണിൽ ദ റേറ്റ് ഓഫ് കൺസംഷൻ വിൽ ബി മോർ. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വായിച്ച് അത് എഴുതുക. ജസ്റ്റ് നേരത്തെ ഇത് മുമ്പിലുള്ള സ്ലൈഡിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലോജിസ്റ്റിക് ഓർ മെത്തേഡ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. അതാണിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് ആ കർവ് വരച്ച് അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതും 10 മാർക്കുണ്ട്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുക, അതിലെ ആ പാർട്സ് എല്ലാം മാർക്ക് ചെയ്യുക, എന്നിട്ട് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ എഴുതുക, അതിൻ്റെ ഡിറൈവ് ചെയ്ത് ഇക്വേഷൻ ഓഫ് ദി ലോജിസ്റ്റിക് കർവ്, എന്നിട്ട് അതിൽ ഓരോ കോൺസ്റ്റൻറ്റും എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. നെക്സ്റ്റ്, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വെൽ സെലക്ടിങ് ദ ലൊക്കേഷൻ ഓഫ് ആൻ ഇൻടേക്ക് വെൽ. അത് 5 മാർക്കേ ഉള്ളൂ, പക്ഷേ ഇതിനകത്ത് ഒരു 10 മാർക്കിൻ്റെത് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു പോയി. ഇത് 5 മാർക്കായതുകൊണ്ട് അതിന് കണക്കാക്കി എഴുതിയാൽ മതി. പക്ഷേ 10 മാർക്കാണെങ്കിൽ എല്ലാ പോയിൻറ്റും എഴുതണം. അപ്പോൾ ഫാക്ടേഴ്സ് ഗവേണിങ് ദ ലൊക്കേഷൻ ഓഫ് ആൻ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സൈറ്റാണ്, നമ്മൾ സൈറ്റ് സെലക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. സൈറ്റ് ഷുഡ് ബി നിയർ ദ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. Then the intake must be located in the purer zone of the source so that the best possible quality of water is withdrawn from the source. Then the intake must never be located at the downstream. Then it should never be located near the navigation channels. Then it should be such as to permit greater withdrawal of water. Then it must be located at a place from where it can draw water even during the driest periods of the year. And then it should remain easily accessible during floods and should not get flooded. Then in meandering rivers, the intakes should not be located on curves or at least on sharp curves. Then next question, describe different methods of bacteriological analysis of water. അതും 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യണം. ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ ബാക്ടീരിയോളജി അനാലിസിസ് ഓഫ് വാട്ടറിൽ തന്നെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഉണ്ട്. ഇതിലിപ്പോൾ ബയോളജിക്കൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്ടീരിയോളജിക്കൽ അനാലിസിസ് എന്തെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിറ്റർമിൻസ് ദ പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി മീൻസ് ഇറ്റ് ഈസ് ഫിറ്റ്നസ് ഫോർ ഡ്രിങ്കിങ്. Then there are 2 tests, that is total count of bacteria, also called standard plate count test and E. coli test. അപ്പോൾ ഈ ബയോളജിക്കൽ ടെസ്റ്റ് ചോദിക്കുമ്പോൾ ഈ 2 ടെസ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യണം. ടോട്ടൽ കൗണ്ട് ഓഫ് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ the aim of this test is to determine the total number of bacteria present in 1 ml of water sample is counted. For this, first take the sample and this water sample is diluted. Then from the diluted sample 1 ml of water is again taken. That is 1 ml of the sample water is diluted in 99 ml sterilized water. അപ്പോൾ 1 ml സാമ്പിളിന് 100 ml ആയിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. അതിന് 99 ml സ്റ്റെറിലൈസ്ഡ് വാട്ടർ ആഡ് ചെയ്യാം. ആ ഡൈല്യൂട്ട് ചെയ്ത സാമ്പിളിൽ നിന്ന് when 1 ml of diluted water sample is mixed with 10 ml agar or gelatin solution, that is a culture medium. Then it is the mixture is kept in incubator at 37 degrees Celsius for 24 hours or at 20 degrees Celsius for 48 hours. Then after this, the sample will be taken out from the incubator. The colonies of bacteria are counted by means of a microscope. Then the product of this, the total number of bacteria per ml of diluted water sample, the total number of bacteria per ml of undiluted water sample, that is equal to the number of colonies multiplied with the dilution factor. Dilution factor means dilution factor, it is also called dilution ratio, that is the ratio between the volume of water diluted to the volume of undiluted water. Total count of bacteria. Then E. coli test. This E. coli test also called B. coli test or bacteria coli test. There are 2 tests for B. coli. One is presumptive test and another one confirmative test. Presumptive test,
that is definite amount of the diluted sample of water in standard fermentation tubes. That standard fermentation tube is called Durham tubes, containing lactose broth as culture medium and is kept in incubator at 37 degrees Celsius for 24 to 48 hours. Then the test is, then after 24 to 48 hours, examine whether gas is involved or not. The test is said to be positive if gas is evolved and negative if no gas is evolved. And a negative presumptive test would indicate that the water is safe for use. And then confirmative test, some water from the presumptive tube is taken and placed in another fermentation tube containing brilliant green lactose bile as culture medium, and it is again kept in incubator at 37 degrees Celsius for 48 hours. If there is formation of gas in the tube, it indicates or it confirms the presence of B. coli and the water is unsafe for use. Then differentiate between type 1 settling and type 2 settling. അതിന് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. പക്ഷേ ഇതിനകത്ത് ആൻസർ കൂടുതലായിട്ട് മാർക്ക് ഉണ്ടെങ്കിലും എഴുതാൻ കണക്കിന് ഇട്ടേക്കുന്നത്. അപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2. ടൈപ്പ് 1 സെറ്റിലിംഗ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ്. ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ പാർട്ടിക്കിൾ വിച്ച് ഡസ് നോട്ട് ആൾട്ടർ ഇറ്റ് സൈസ്, ഷേപ്പ് ആൻഡ് വെയ്റ്റ് വൈൽ റൈസിംഗ് ഓർ സെറ്റിലിംഗ് ഇൻ എനി ഫ്ലൂയിഡ് ഈസ് കോൾഡ് എ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ. ദെൻ അപ്പോൾ അതിൽ discrete particle ആണെങ്കിൽ a particle settle as individual in entities, then no significant interaction with neighboring particles. Discrete particles have little tendency to flocculate upon contact with each other and hence they do not change their size, shape or mass during settling. And it refers to sedimentation of particles in a suspension of low solids concentration. And discrete settling refers to sedimentation of particles in a suspension of low solids concentration. Then grit in sewage behave like discrete particles, hence their settling in grit chamber corresponds to discrete settling. Then type 2 settling, it is also called flocculent settling. Particle in this settling, particles of flocculate during settling. By flocculation, the particles increase in mass and thus settle at a faster rate, and it refers to sedimentation of particles in a rather dilute suspension with a concentration of solids usually less than 1000 milligram per liter. Example, removal of organic suspended solids from raw or untreated sewage in primary settling tanks, settling of chemical flux in settling tanks, and of bioflux in the upper portion of secondary settling tanks. Then compare alum and iron salts as a coagulants. അത് 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിന് 4 പോയിൻ്റെങ്കിലും മിനിമം എഴുതണം. ഇത് കൂടുതൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അയൺ സാൾട്സ് ആണെങ്കിൽ പ്രൊഡ്യൂസ് ഹെവി ഫ്ലോക്ക് and therefore remove much more suspended matter than alum. And iron salts being good oxidizing agents and can remove hydrogen sulfide and its corresponding taste and odor from water. Then iron salts can be used over a wider range of pH values. Iron salts cause staining and promote the growth of iron bacteria in the distribution system. And iron salts impart more corrosiveness to water than that which is imparted by alum. The handling and storing of iron salts require more skill and control as they are corrosive and delicescent, whereas no such skilled supervision is required for handling alum. Then illustrate with a neat sketch different functional zones of a rectangular sedimentation tank. ഇപ്പോൾ റെക്ടാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണ്. അതിനകത്തുള്ള ഡിഫറെൻറ്റ് സോൺസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 4 സോണുണ്ട്. ഇൻലെറ്റ് സോൺ, ദെൻ സെറ്റ്ലിംഗ് സോൺ, സ്ലഡ്ജ് സോൺ ആൻഡ് ഔട്ട്ലെറ്റ് സോൺ. 4 സോൺസ്: ഇൻലെറ്റ്, സെറ്റ്ലിംഗ്, സ്ലഡ്ജ് ആൻഡ് ഔട്ട്ലെറ്റ് സോൺ. ഫസ്റ്റ് വൺ ഇൻലെറ്റ് സോൺ. ഇൻലെറ്റ് സോൺ എന്ന് പറഞ്ഞതിൽ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞത് ടു ഡിസ്ട്രിബ്യൂട്ട് ദ വാട്ടർ and to control the water velocity as it enters the basin. Then inlet devices act to
prevent turbulence of the water, and the incoming flow must be evenly distributed across the width of the basin to prevent short circuiting. Short circuiting means is a problematic circumstance in which water bypasses the normal flow path through the basin and reaches the outlet less than the normal detention time. Then if the water velocity is greater than 0.15 meter per second, then flows in water will break up due to agitation of water. Then settling zone, the water velocity is greatly reduced, and this is where the bulk of settling occurs. This zone will make up the largest volume of the sedimentation basin, and for optimal performance, settling zone requires a slow, even flow of water. It is simply a large area of open water. Then last zone, outlet zone, third outlet zone, it controls the amount of water flowing out of the sedimentation basin, then designed to prevent short circuiting of water. Then a good outlet will ensure that only well settled water leaves the basin and enters the filters, and best quality of water is usually found found at the very top of the sedimentation basin. So outlets are usually designed to skim this water of the sedimentation basin. Typical outlet zone begins with a baffle in front of the effluent. This baffle prevents a floating material from escaping the sedimentation basin and clogging the filters. After the baffle, the effluent structure, which usually consists of launder, weir, and effluent piping, is located. Baffle provide to reduce the flow velocity, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഔട്ട്ലെറ്റിൽ വരുന്ന ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഔട്ട്ലെറ്റ് വന്നിട്ട് ഔട്ട്ലെറ്റിൽ നിന്ന് പോകുന്ന വാട്ടർ എഫ്ലുവൻ്റ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ദ ബാഫിൾ. ആ എഫ്ലുവൻ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ലോണ്ടർ, പിന്നെ വിയർ, എഫ്ലുവൻ്റ് പൈപ്പിംഗ്. ദെൻ സ്ലഡ്ജ് സോൺ. Sludge zone എന്ന് പറയുമ്പോൾ it is found across the bottom of the sedimentation tank where sludge is collected temporarily. Then velocity in this zone should be very slow to prevent resuspension of sludge. A drain at the bottom of the basin allows the sludge to be easily removed from the tank. The tank bottom should slope towards the drains, further facilitate sludge removal. Next question, explain the procedure for determination of optimum coagulant dosage by jar test with a neat sketch. 7 marks question ആണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ പറയുക. ഓപ്റ്റിമം ഡിറ്റർമിനേഷൻ ഓഫ് ഓപ്റ്റിമം കോയാഗുലൻറ്റ് ഡോസേജ് അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആണ് ജാർ ടെസ്റ്റ് അപ്പാരറ്റസ്. ജാർ ടെസ്റ്റ് അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ ഓപ്റ്റിമം കോയാഗുലൻറ്റ് ഡോസേജ്. ഇറ്റ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് 4 or 5 large size beakers of 1 to 2 liters capacity. Then stirring paddles are placed in each jar. Then for determining the optimum coagulant dosage, measure 1000 ml of the sample in 6 beakers and place them in the jar test apparatus and below each paddle. Then lower each paddle such that each one is about 1 centimeter from the bottom of the beaker and measure the pH of the sample. The pH of the sample is between 6 and 8. Add varying doses of stock solution of alum in increasing order 0, 1, 2, 3, 4 and 5 into the test sample in the beaker simultaneously and start the stopwatch. Immediately run the paddle at 100 rpm for 1 minute and bring down the speed to 40 rpm and allow the slow mix for 30 minutes. Then switch off the instrument and is allowed to settle for a period of about 30 minutes and then take the supernatant 50 ml to the supernatant
50 ml of the supernatant from each beaker in nephrometer tubes without disturbing the setted flow simultaneously from all the beakers. Measure the turbidity of all the samples with the turbidimeter. Then a graph is plotted with the alum dosage along the x-axis and turbidity along the y-axis. Then the dosage of alum, which represents the least turbidity, is given as the optimum coagulant dosage. Then ഇതാണ് ജാർ ടെസ്റ്റ് അപ്പാരറ്റസ്. അതിനകത്ത് 4-5 ഒരു ബീക്കറുണ്ട്. അതിനകത്താണ് നമ്മൾ സാമ്പിൾ എടുക്കുക. അതിൽ ഓരോന്നിലും സ്റ്റെയറിംഗ് പാഡിൽസ് ഉണ്ട്. ആ പാഡിൽസ് റൊട്ടേറ്റ് ചെയ്യിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ. അത് 8 മാർക്കിനാണ്. അപ്പോൾ തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ പറയുമ്പോൾ അതിലാദ്യം നമ്മൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ എന്താണെന്ന് പറയുക. ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, എനി പാർട്ടിക്കിൾ വിച്ച് ഡസ് നോട്ട് ആൾട്ടർ ഇറ്റ് സൈസ്, ഷേപ്പ് ആൻഡ് വെയ്റ്റ് വൈൽ റൈസിങ് or settling in any fluid is called a discrete particle. When any discrete particle is falling through a quiescent fluid, it will accelerate until the frictional resistance or the drag force becomes equal to the gravitational force acting upon the particle. At such a stage, the particle will settle at a uniform velocity. That uniform velocity is called settling velocity. Then the settlement of a particle in water brought to test is opposed by the following factors. Velocity of flow, that is the flow area is increasing when the velocity decreases, then the more easily the particle will settle down. Then the viscosity of water is inversely proportional to the temperature. Then the size, shape and specific gravity of the particle. Then the specific gravity increases, more easily the particle will settle down. Then design a Rapid-Sun filter for a total demand of 6 mLT of water with all its principal components. Next question, design a Rapid-Sun filter for a total demand of 6 mLT of water with all its principal components. 15 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യണം വിത്ത് ഫിഗർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 6 mLT ആണ് വാട്ടർ റിക്വയർഡ് പെർ ഡേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യേണ്ടത് ഈ ഫിൽട്ടർ ചെയ്യുന്ന വെള്ളം തന്നെയാണ് വാഷിങ്ങിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ടത് അസ്യൂമിങ് ദാറ്റ് 4% ഓഫ് ഫിൽറ്റേർഡ് വാട്ടർ ഇസ് റിക്വയർഡ് ഫോർ വാഷിംഗ് ഓഫ് ദ ഫിൽട്ടർ. ആ 4% എടുത്തത് ശരിക്കും ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 2 to 5%. അപ്പോൾ ടോട്ടൽ ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ ഡേ ഈക്വൽ ടു 1.04 അല്ലെങ്കിൽ 4% ഓഫ് 6 എടുത്തിട്ട് 6ൻ്റെ കൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 1.04 ടൈംസ് 6 mLT ദറ്റ് ഈക്വൽ ടു 6.25 mLT. ദെൻ ഇനി ഈ ഫിൽറ്റർ വാഷ് ചെയ്യണമെങ്കിൽ 0.5 അവർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ലോസ് വരും. അപ്പോൾ ആ 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡേ 24 അവേഴ്സിൽ ട്രീറ്റ് ചെയ്യേണ്ട വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയാണ് 6.25. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റ്സ് ലോസ് വരികയാണെങ്കിൽ നമ്മുടെ ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ അവർ എന്ന് പറയുന്നത് 6.25 ഡിവൈഡഡ് ബൈ 23.5 ദറ്റ് ഈക്വൽ ടു 0.265 million liters per hour. Then now assuming that the rate of filtration to be 5000 liters per hour per meter square, ആ 5000 എടുത്ത് 3000 to 6000 liters per hour per meter square ആണ് ലിമിറ്റ്. Then area of filter required equal to filtered water required per hour divided by rate of filtration, it equal to 53 meter square. Then assuming the length of the filter bed as 1.5 times the width of the filter bed and 2 beds, the total area provided. അപ്പോൾ 2 ഫിൽറ്റർ ബെഡാണ് എന്നുള്ള അസംഷനിലെടുത്തു. അപ്പോൾ ആ 2 ഫിൽറ്റർ ബെഡിൻ്റെയും കൂടെ ഏരിയ എന്ന് പറയുമ്പോൾ 2 into L into B ദറ്റ് ഈക്വൽ ടു 53. അതിൽ നിന്ന് L എന്ന് പറഞ്ഞത് നമ്മൾ 1.5 ടൈംസ് വിഡ്ത്താന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ലെങ്തും വിഡ്ത്തും കണ്ടുപിടിക്കുക. ലെങ്ത് ഈസ് 6.3 മീറ്റർ, വിഡ്ത്ത് 4.2 മീറ്റർ. ഹെൻസ് അഡോപ്റ്റ് 2 ഫിൽറ്റർ യൂണിറ്റ്സ് ഈച്ച് ഓഫ് ഡയമെൻഷൻ 6.3 by 4.2 മീറ്റർ. അപ്പോൾ നെക്സ്റ്റ് ഈസ് ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. ആ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ നേരത്തെയുള്ള ഇതിൽ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട്, കുറേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കുറേ ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ മാനിഫോൾഡ് ആൻഡ് ലാറ്ററൽ സിസ്റ്റമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിവിടെ പറയണം. ലെറ്റ് എ മാനിഫോൾഡ് ആൻഡ് ലാറ്ററൽ സിസ്റ്റം ബി പ്രൊവൈഡഡ് ബിലോ ദ ഫിൽറ്റർ ബെഡ്
ഈ ഇതിൻ്റെ അണ്ടർഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞത് റിസീവ് ദ ഫിൽറ്റേർഡ് വാട്ടർ ആൻഡ് ടു അലോ ബാക്ക് വാഷിംഗ് ഫോർ ക്ലീനിങ് ദ ഫിൽറ്റർ. ഇനി മാനിഫോൾഡ് ആൻഡ് ലാറ്ററൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ മാനിഫോൾഡ് പൈപ്പ് വിത്ത് ലാറ്ററൽ ഹാവിങ് പെർഫൊറേഷൻസ് അറ്റ് ദെയർ ബോട്ടം. ഇതാണ് മാനിഫോൾഡ് ആൻഡ് ലാറ്ററൽ സിസ്റ്റം. എ സെൻട്രൽ മാനിഫോൾഡ് പൈപ്പ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് ലാറ്ററൽസ്, സ്പേസിങ് ബിറ്റ്വീൻ ലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ 15 to 30 സെൻറ്റിമീറ്റർ, ലാറ്ററൽസ് എന്ന് പറഞ്ഞതിൻ്റെ ഡയമീറ്റർ എബൌട്ട് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സ്പേസിങ് ബിറ്റ്വീൻ ലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ 15 to 30 സെൻറ്റിമീറ്റർ, ആ ലാറ്ററൽസിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞത് ഏകദേശം 10 സെൻറ്റിമീറ്റർ. Then for designing this underdrainage system, let us assume that the area of perforations is about 0.2% of the total filter area. Total area of perforations എന്ന് പറഞ്ഞാൽ 0.2% ഓഫ് ഫിൽറ്ററിൻ്റെ സൈസ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ 6.3 into 4.2, അതിൻ്റെ 0.2% എടുക്കുമ്പോൾ കിട്ടുന്നതാണ് 0.053 മീറ്റർ സ്ക്വയർ. ഇനി ഈ പെർഫറേഷൻസിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് ഇതിൻ്റെ 2 to 4 ടൈംസ് ആണ്. അതിൽ നമ്മളിവിടെ 2 ടൈംസ് എന്ന് അസ്യൂം ചെയ്തു, 2 ടൈംസ് ദ ഏരിയ ഓഫ് പെർഫറേഷൻസ്. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ 2 into 0.053, ദാറ്റ് ഈസ് 0.106 മീറ്റർ സ്ക്വയർ. ഇനി ലാറ്ററലിൻ്റെ ഏരിയ കിട്ടിയാൽ അതിൻ്റെയും 2 ടൈംസ് ആണ് മാനിഫോൾഡിൻ്റെ ഏരിയ. അസ്യൂമിങ് ദ ഏരിയ ഓഫ് ദ മാനിഫോൾഡ് ടു ബി അബൌട്ട് ട്വൈസ് ദ ഏരിയ ഓഫ് ലാറ്ററൽസ്, then the area of manifold equal to 2 into 0.106, that is 0.212 meter square. The diameter of manifold, അപ്പോൾ let D be the diameter of the manifold, then area എന്ന് പറഞ്ഞാൽ 5/4 into D square, that equal to 0.212. അതിൽ നിന്ന് diameter equal to 0.52 meter or 52 centimeter. അപ്പോൾ ആ സെൻട്രൽ മാനിഫോൾഡ് ഇത് ജനറലായിട്ട് സ്റ്റാൻഡേർഡ് വാല്യൂസാണ് ആ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഈ പടം വരച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാനിഫോൾഡിൻ്റെ ഡയമീറ്റർ 40ക്ക് പകരം 52 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ദെൻ ഹെൻസ് യൂസ് എ 55 സെൻറ്റിമീറ്റർ diameter manifold pipe laid lengthwise along the center of the filter bottom. Then laterals running perpendicular to the manifold, that is widthwise, emanating from the manifold may be laid at a spacing of 15 centimeter. ആ സ്പേസിങ് ബിറ്റ്വീൻ ലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വാല്യൂ 15 to 13 സെൻറ്റിമീറ്റർ, അതിൽ നമ്മൾ 15 സെൻറ്റിമീറ്റർ എന്നുള്ളത് അസ്യൂം ചെയ്തു. ദെൻ ഇനി ഇതിൽ നമ്പർ ഓഫ് ലാറ്ററൽസ് കണ്ടുപിടിക്കുക. ആ നമ്പർ ഓഫ് ലാറ്ററൽസ് ഈസ് ദെൻ ഗിവൺ ആസ് നമ്പർ ഓഫ് ലാറ്ററൽസ് കണ്ടുപിടിക്കാം. ഫിൽറ്റർ ലെങ്ത് 6.3 മീറ്റർ, അതിന് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സ്പേസിങ് 15. ഇപ്പോൾ 42. ആ 42 എന്ന് പറഞ്ഞത് ആ 2 സൈഡിലും വരും, ഓൺ ഐദർ സൈഡ് ഓഫ് ദ മാനിഫോൾഡ്. ഹെൻസ് യൂസ് മൊത്തത്തിൽ വരുമ്പോൾ 2 സൈഡിലും കൂടെ, ഹെൻസ് യൂസ് 84 laterals in all in each unit. Then length of each lateral equal to width of filter by 2 minus diameter of manifold by 2. Width of filter 4.2 by 2 minus 0.55 by 2, that is 1.825 meter. എന്നിട്ട് പെർഫറേഷൻ്റെ ഡയമീറ്റർ നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ 13 millimeter. അഡോപ്റ്റിംഗ് 13 millimeter diameter perforations in the laterals. Total area of perforations ഈക്വൽ ടു, പെർഫറേഷൻ്റെ ഏരിയ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 0.053 മീറ്റർ സ്ക്വയർ. ഇനി ഇതിൽ എത്ര പെർഫറേഷൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനകത്ത് എക്സ് പെർഫറേഷൻസ് ഉണ്ടെങ്കിൽ എക്സ് പെർഫറേഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 5/4 ഇൻറ്റു ഒരു പെർഫറേഷൻ്റെ ഡയമീറ്റർ 13 millimeter ഓർ 1.3 സെൻറ്റിമീറ്റർ. അപ്പോൾ 5/4 ഇൻറ്റു 1.3 സ്ക്വയർ ഈക്വൽ ടു 5,530, where x is the total number of perforations in all 84 laterals. അപ്പോൾ എക്സ് ഈക്വൽ ടു അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന 399.29 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 400. അതായത് നമ്പർ ഓഫ് പെർഫറേഷൻസ് ഇൻ ഈച്ച് ലാറ്ററൽ ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 84, ദാറ്റ് ഈക്വൽ ടു 5. അപ്പോൾ ഏരിയ ഓഫ് പെർഫറേഷൻസ് പെർ ലാറ്ററൽ ഈക്വൽ ടു, വീണ്ടും നമ്മൾ ബാക്കിലോട്ട് ചെയ്യുക, ഏരിയ ഓഫ് പെർഫറേഷൻസ് പെർ ലാറ്ററൽ ഈക്വൽ ടു 5 പെർഫറേഷൻസ് ഉണ്ട്. അപ്പോൾ 5 ഇൻറ്റു ഒരു പെർഫറേഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് 5/4 ഇൻറ്റു 1.3 സ്ക്വയർ ഈക്വൽ ടു 6.64 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ ഇനി പെർഫറേഷൻ്റെ ഏരിയ അറിയാമെങ്കിൽ ലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് ഇപ്പോൾ കിട്ടിയതിൻ്റെ 2 ടൈംസ്
അപ്പോൾ ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽ ഈക്വൽ ടു 2 ഇൻറ്റു 6.64 ദാറ്റ് ഈക്വൽ ടു 13.28 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ലാറ്ററലിൻ്റെ ഏരിയ അറിയാമെങ്കിൽ മാനിഫോൾഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് ഡയമീറ്റർ ഓഫ് ഈച്ച് ലാറ്ററൽ ഈക്വൽ ടു 13.28 എന്ന് പറഞ്ഞാൽ ലാറ്ററലിൻ്റെ ഡയമീറ്റർ ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ π/4 d² ഈക്വൽ ടു ഈ ഇപ്പോൾ കിട്ടിയ 13.28 അതിൽ നിന്ന് ടി കണ്ടുപിടിക്കുക ഈക്വൽ ടു 4.1 സെൻറ്റിമീറ്റർ. ഹെൻസ് യൂസ് 84 laterals each of 4.1 centimeter diameter at 15 centimeter center to center, each having 5 perforations of 13 millimeter size with 55 centimeter diameter manifold. ഇനി ഇത് ശരിയാണോ എന്നറിയാൻ നമ്മൾ ചെക്ക് ചെയ്യണം. ലെങ്ത് ഓഫ് ഈച്ച് ലാറ്ററൽ ബൈ ഡയമീറ്റർ ഓഫ് ദ ലാറ്ററൽ കണ്ടുപിടിക്കുക. അപ്പോൾ അതിപ്പോൾ നമുക്ക് കിട്ടിയ ലെങ്ത് 182.5 ഡിവൈഡഡ് ബൈ 4.1 ഈക്വൽ ടു 44.5. Length of each lateral by diameter of the lateral should not exceed 60, which is less than 60, hence safe. Then assume that the rate of washing of the filter be 60 centimeter rise per minute. That is 60 എടുത്തത് rate of washing of the filter എന്ന് പറഞ്ഞാൽ 15 to 90 centimeter per minute. അതിൽ നമുക്ക് യൂഷ്വലി ടേക്ക് 45 ഇട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ല ഇതിനിടയ്ക്കുള്ള വാല്യൂ ഇട്ട് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇവിടെ 60 എന്ന് അസ്യൂം ചെയ്തു. അതിൽ നിന്ന് വാഷ് വാട്ടർ ഡിസ്ചാർജ് ഈക്വൽ ടു 0.6 ഇൻറ്റു ഫിൽറ്ററിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് 6.3 ഇൻറ്റു 4.2 ഇൻറ്റു 0.6 ഡിവൈഡഡ് ബൈ 60. ആ 60 എന്ന് പറഞ്ഞത് മിനിറ്റ്, മറ്റാണെങ്കിൽ ഏരിയ അപ്പം അത്രയും കിട്ടുന്ന നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റാനാണ് ഡിവൈഡഡ് ബൈ 60 കൊടുത്തത്. അപ്പോൾ കിട്ടുന്ന ആൻസർ 0.265 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ ലാറ്ററൽ ഫോർ വാഷ് വാട്ടർ ഈക്വൽ ടു വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിസ്ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ എ. ക്യൂ എന്ന് പറഞ്ഞത് 0.265 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 84 ഇൻറ്റു 84 എന്ന് പറഞ്ഞത് 84 ലാറ്ററൽസ്. ഒരു ലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 84 ഇൻറ്റു π/4 ഇൻറ്റു d². ഡി എന്ന് പറഞ്ഞത് 4.1 ഡിവൈഡഡ് ബൈ 100. 4.1 എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ വെലോസിറ്റി 2.39 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ മാനിഫോൾഡ് എന്ന് പറഞ്ഞത് ഡിസ്ചാർജ് ബൈ ഏരിയ തന്നെയാണ്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഡിസ്ചാർജ് 0.265 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് മാനിഫോൾഡ്. ഏരിയ ഓഫ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു 0.55 സ്ക്വയർ. ഇപ്പോൾ ഈക്വൽ ടു 1.12 മീറ്റർ പെർ സെക്കൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ 1.8 to 2.4 മീറ്റർ പെർ സെക്കൻഡ്, ഹെൻസ് സേഫ്. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് ഫ്ലോ മാനിഫോൾഡിൽ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞത് 1.8 to 2.4 കുറവായിരിക്കണം, വിച്ച് ഈസ് ലെസ് ദാൻ 1.8 to 2.4. ദെൻ ഡിസൈൻ ഓഫ് വാഷ് വാട്ടർ ട്രഫ്. വാഷ് വാട്ടർ ട്രഫ്സ് ആർ ജനറലി കെപ്റ്റ് അറ്റ് അബൌട്ട് 1.5 to 2 meters അപ്പാർട്ട്. അപ്പോൾ ഇത് നമുക്ക് വാഷ് വാട്ടർ ട്രഫിൽ നമ്മൾ ഒന്നിൽ ആ വാഷ് വാട്ടർ ട്രഫ് പ്രൊവൈഡ് ചെയ്യണേ width of 4.2 meter of filter bed. Let us provide 3 troughs at 4.2 by 3, that is 1.4 meters apart. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഒന്നിൽ നമുക്ക് ഇതിൻ്റെ സ്പേസിങ് അസ്യൂം ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഫിൽറ്റർ ബെഡിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ട്രഫ്സ് 3 ആണെന്നെടുത്തു. അപ്പോൾ സ്പേസിങ് കണ്ടുപിടിച്ചു. ആ സ്പേസിങ് വിത്തിൻ ലിമിറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ 1.5നും 2നും ഇടയ്ക്ക് ഒരു സ്പേസിങ് എടുക്കുക, നമ്പർ ഓഫ് ട്രഫ്സ് കണ്ടുപിടിക്കുക. ദെൻ ദ ടോട്ടൽ വാഷ് വാട്ടർ ഡിസ്ചാർജ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.265 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. എൻറ്റേഴ്സ് ഇൻ 3 ട്രഫ്സ്. അവിടെ 1.52 ആണ് വന്നേക്കുന്നത്, ഇവിടെ നിയർലി 1.4 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ അത് നിയർലി ആണെന്നുള്ള അസംഷനിലെടുത്തു. അപ്പോൾ ടോട്ടൽ വാഷ് വാട്ടർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് 0.265 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എൻറ്റേഴ്സ് ഇൻ ദീസ് 3 ട്രഫ്സ്. അപ്പോൾ ഡിസ്ചാർജ് ഇൻ ഈച്ച് ട്രഫ് ഈക്വൽ ടു 0.265 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 0.088 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി ഈ ട്രഫിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഡയമെൻഷൻസ് ഓഫ് ദി ഫ്ലാറ്റ് ബോട്ടം ട്രഫ് ആർ നൗ ഡിസൈൻ ബൈ യൂസിങ് an empirical formula. Q equal to 1.376 into B into y raised to 3 by 2, where Q is the discharge in meter cube per second, B width of trough in meter, that equal to y. ഒന്നിൽ B width of trough എന്ന് പറഞ്ഞത്
വാട്ടർ ഡെപ്തിന് സെയിം ആണെന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ വിത്തിന് ഒരു 0.2 മീറ്ററൊക്കെ അസ്യൂം ചെയ്യുക. വൈ വാട്ടർ ഡെപ്ത് ഇൻ ദ ട്രഫ് ഇൻ മീറ്റർ. അപ്പോൾ ഇതിൽ നമുക്ക് ക്യൂ അറിയാം, ബി എന്ന് പറഞ്ഞത് വൈ ആയിട്ട് എടുത്തു. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് വൈ കണ്ടുപിടിക്കുക. വാട്ടർ ഡെപ്ത് ഇൻ ദ ട്രഫ് വൈ ഈസ് ഈക്വൽ ടു 0.33 meter or 33 centimeter. Then keeping 5 centimeter freeboard, adopt the total depth of the trough equal to water depth, that is 33 plus 5, that equal to 38 centimeter. Then keeping then hence 3 number of wash water troughs of size 33 centimeter by 38 centimeter may be used. Next question, explain various methods of disinfection of water. അത് 8 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം വേരിയസ് മെത്തേഡ്സ് ഓഫ് ഡിസിൻഫെക്ഷനിൽ മെത്തേഡ്സിൽ തന്നെ മൈനർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സും ഉണ്ട്, മേജർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സും ഉണ്ട്. 8 മാർക്കായതുകൊണ്ട് രണ്ടും എഴുതണം, മൈനർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സും മേജറും. മൈനർ ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് ആണ് ബൈ ബോയിലിംഗ്, treatment with excess lime, treatment with ozone, treatment with iodine and bromine, treatment with ultraviolet rays, treatment with potassium permanganate, treatment with the silver, or it is also called electrocatadine process. Major method എന്ന് പറഞ്ഞത് chlorination. First one, boiling. Boiling എന്ന് പറഞ്ഞത് it is an effective method. By boiling, all the disease causing bacteria are killed and the water becomes safe for use. And this is not used in public water supplies because more quantity of water will be boiled. That is, അത് കോസ്റ്റ്ലി ആണ്. അതുപോലെ this method cannot take care of future contamination and kills only the existing germs, and it is not used for treating public water supplies. Then treatment with the excess lime. Lime is already used in public water supplies for softening, but excess lime is added, it will kill the bacteria also. An addition of 14 to 43 ppm of excess lime has been found to remove the bacterial load by about 99.3 to 100% bacteria are removed. Then ഇപ്പോൾ ഈ മെത്തേഡിലാണെങ്കിൽ എക്സസ് ലൈം എന്ന് പറഞ്ഞാൽ, ലൈം എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ആൽക്കലൈൻ കോമ്പൗണ്ട്. ഇറ്റ് വെൻ ലൈം എക്സസ് ലൈം ഈസ് ആഡഡ്, the pH value also rises. അപ്പോൾ when the lime rises the pH of water to about 9.5, 99.9 to 100% bacteria are removed. Then അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ ഡിസിൻഫെക്ഷന് യൂസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇസ് ടു റിമൂവ് ദ എക്സസ് ലൈം, ദറ്റ് ഈസ് റീകാർബണേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ്, റിമൂവ് ദ ലൈം. Then treatment with ozone. Ozone എന്ന് പറഞ്ഞാൽ is an allotropic form of oxygen which is finely blue gas of pungent odor. It is an excellent disinfectant. And ozone gas എന്ന് പറയുമ്പോൾ അത് unstable ആണ്. And this ozone gas is produced by passing high tension electric current through a stream of air in a closed chamber. And equation ആണെങ്കിൽ 3O2 gives 2O3. And again this ozone is unstable, it breaks down to form ordinary oxygen, that is O2 plus O എന്ന് പറഞ്ഞാൽ nascent oxygen. And this nascent oxygen is a powerful oxidizing agent, it removes the organic material and bacteria. Then about 2 to 3 ppm of ozone is generally consumed so as to obtain a residual ozone of 0.1 ppm after a contact period of about 10 minutes. Then treatment with iodine and bromine, and this iodine and bromine also kills the pathogenic bacteria, and quantity of these disinfectants may be limited to about 8 ppm, and a contact period of 5 minutes is generally enough. Then treatment with ultraviolet rays. Ultraviolet rays are invisible light rays having wavelength 100 to 400 nanometer. Water should be less turbid and low in color. That means this method is used, the water is having turbidity very less, and that means the turbidity should not exceed 15 milligrams per liter. Then depth, and for treating
water with ultraviolet rays, the depth of water over coarse bulb should not exceed 10 centimeter. അപ്പോൾ ആ കോഴ്സ് ബൾബിനടുത്ത് നമ്മൾ വാട്ടർ സെവറൽ ടൈംസ് പാസ് ചെയ്യിക്കുക. അപ്പോൾ ആ റേസ് വിൽ പെനട്രേറ്റ്, ഇറ്റ് വിൽ കിൽ ദ ബാക്ടീരിയ. Then treatment with potassium permanganate. Treatment with potassium permanganate, and this potassium permanganate also helps in oxidizing the taste producing organic matter. Then it is added in very small doses, that is 0.05 to 0.1 milligram per liter. And by treating water with potassium permanganate, it is dissolved in a bucket of water and then it is mixed with well water. And when this potassium permanganate is added in water, it produces a pink color. If this pink color disappears, it means that the organic matter is present in water. Then after adding this potassium permanganate solution in well water, the well should not be used for at least 48 hours after the addition of potassium permanganate, and this method cannot guarantee 100% removal of bacteria. And the normal dose of potassium permanganate is 1 to 2 milligram per liter with a contact period of 4 to 6 hours. And this method removes about 98% of bacteria. 100% bacteria adu kill cheyilla. Then treatment with the silver or electrocatadine process. Metallic silver ions are introduced into the water by passing through a tube containing solid silver electrodes which are connected to a DC supply of about 1.5 volt. And the dose of this silver is 0.05 to 0.1 milligram per liter with a contact period of 15 minutes to 3 hours. And this method is costly, therefore it is not adopted for treating public supplies. Then suspended organic matter and hydrogen sulfate should be removed by pre-treatment before using this disinfectant. Then chlorination. അപ്പം മൈനർ മെത്തേഡ്സ് ആണ് ഈ ആദ്യം പറഞ്ഞ ഇത്രയും. മേജർ മെത്തേഡ് എന്ന് പറഞ്ഞത് chlorination. Chlorination means the process of adding chlorine to water. Chlorine ആണെങ്കിൽ ചീപ്പാണ്, reliable, easy to handle, easily measurable, and it is capable of providing residual disinfecting effect. And this chlorine complete protection against future recontamination. Then what is the disinfecting action of chlorine? When chlorine is added in water, that is Cl2 plus H2O gives HOCl plus HCl. HOCl is a hypochlorous acid, and this hypochlorous acid is formed only when the pH value is greater than 5. And this hypochlorous acid is unstable. It dissociates to form hydrogen ions and hypochlorite ions, that is OCl minus ions. And this hypochlorous acid and hypochlorite ions both are having disinfecting action, and these hypochlorite ions are formed when the pH value is greater than 8. When the pH value is greater than 10, hypochlorite ions are found. When the pH value less than 5, chlorine does not react and remains as elemental chlorine. And hypochlorous acid is more destructive, that is about 80 times more effective than hypochlorite ions. And pH of അതുകൊണ്ട് നമ്മൾ pH of water during chlorination is generally maintained slightly less than 7. എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ pH greater than 5 ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 7 ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ pH വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ 7 ആയിരിക്കണം എന്ന് പറയുന്നത്. Then next question, explain breakpoint chlorination and super chlorination. അത് 8 മാർക്കിനാണ്. അപ്പോൾ ആദ്യം സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ
addition of excessive amount of chlorine, that is 5 to 15 milligrams per liter chlorine വാട്ടറിൽ ആഡ് ചെയ്യുക. അപ്പോൾ ആ സൂപ്പർ ക്ലോറിനേഷൻ പറഞ്ഞാൽ കൂടുതൽ വരുന്നത് ഇപ്പോൾ നല്ല റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ക്ലോറിൻ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ അഡീഷൻ ഓഫ് എക്സസ് എമൗണ്ട് ഓഫ് ക്ലോറിനെയാണ് നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് the super chlorination is used when there is a reason to believe that the water contains cyst of histolytica. Histolytica means organism which causes amoebic dysentery. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നത്. ഇനി ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മളൊരു പോയിൻ്റ് കഴിഞ്ഞ് നമ്മൾ എത്ര ക്ലോറിൻ ആഡ് ചെയ്തിരുന്നാലും അതിന് ഒരു റിയാക്ഷനും ഇല്ല. ഇറ്റ് റിമൈൻസ് ആസ് residual chlorine or elemental chlorine, that is the extent of chlorine added to water. A graph is plotted with the chlorine dose along the x-axis and chlorine residual along the y-axis. The graph obtained will be like this. The portion of this ഇതിൽ ഈ കർവ് വരുന്ന പോർഷൻ ഇവിടം വരെ ആ ഫോർമേഷൻ ഓഫ് ക്ലോറമീൻസ് ആണ്. അത് കഴിഞ്ഞ് ആ ക്ലോറമീൻസ് ഈ ഹൈ പീക്ക് വന്നിട്ട് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ, ആദ്യം ക്ലോറമീൻസ് ഫോം ചെയ്യും, അത് കഴിഞ്ഞ് അതിൻ്റെ ഓക്സിഡേഷൻ. ദെൻ ആഫ്റ്റർ reaching this point again chlorine is added, that remains as residual chlorine. Chlorine does not react with, when chlorine is added it does not react, or addition of chlorine appearing equally as free residual chlorine. And chloramines എന്ന് പറഞ്ഞാൽ when chlorine is added in water with ammonia, that is chlorine with ammonia forms chloramines and respond to, that is DPD test. ഇപ്പോൾ ഈ ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാർക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ ഇതിൽ ഫിഗർ വരച്ച് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് പോയിൻറ്റ് ക്ലോറിനേഷൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ. ആ ഗ്രാഫിൽ തന്നെ നമുക്കറിയാം, ആദ്യം ക്ലോറമീൻസ് ഫോം ചെയ്തു, എന്നിട്ട് അത് ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ അവിടെ വരുമ്പോൾ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ എത്ര ക്ലോറിൻ ആഡ് ചെയ്താലും ഇറ്റ് റിമൈൻസ് ആസ് റെസിഡ്യുവൽ ക്ലോറിൻ. അപ്പോൾ ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ റെസിഡ്യുവൽ ക്ലോറിൻ അഗെയിൻ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് ഈസ് കോൾഡ് ബ്രേക്ക് പോയിൻറ്റ് chlorination. Then what is meant by fluoridation? 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫ്ലൂറിഡേഷനും ഉണ്ട് ഡീഫ്ലൂറിഡേഷൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീഫ്ലൂറിഡേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രമേ എഴുതുക. ഫ്ലൂറിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെൻ ഫ്ലൂറിഡിക് കോൺസെൻട്രേഷൻ ഇൻ വാട്ടർ സപ്ലൈ ഈസ് ലെസ് than optimum value of about 1 milligram per liter, the water proves harmful as it may result in dental caries in children. And then it has then be believed that during the formation of permanent teeth in children, scarcity of fluoride in consumed water may lead to formation of weaker tooth enamel, leading to early tooth decay. It had also been widely suggested that fluoride also proves beneficial to older people in reducing hardening of the arteries, and as fluoride stimulates bone formation, it is helpful in the treatment of osteoporosis. Due to such age-old beliefs about the advantages of fluorides, its presence in public water supplies has been ensured by the addition of extra outside dose of fluoride where the water was found to be deficient in fluoride concentration. This addition of external fluoride to public water supplies is known as fluoridation. Fluoridation means the process of adding fluoride in water is called fluoridation. Then the fluoridation is achieved by the addition of outside fluoride compounds such as sodium fluoride, sodium silicofluoride, hydrofluosilicic acid, etc.
Out of these compounds, sodium fluoride is most widely used. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലൂറൈഡ് കണ്ടൻറ്റ് വേണം. അതിനുവേണ്ടി ഇപ്പോൾ വാട്ടറിൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് കുറവാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫ്ലൂറൈഡ് കോമ്പൗണ്ട്സ് ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫ്ലൂറിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ എക്സസൈഡ് ഫ്ലൂറൈഡ് ആഡ് ചെയ്യുമ്പോൾ വാട്ടറിൽ നമുക്കൊരു ലിമിറ്റ് എന്ന് പറഞ്ഞത് 1 മില്ലിഗ്രാം പെർ ലിറ്ററാണ് ശരിക്കും പറഞ്ഞ്. ഇപ്പോൾ 1 to 1.5 കൂടുതലും വരെയാണെങ്കിൽ അത് എക്സസ് ആയിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞത് അതിനെ കുറയ്ക്കുക. അതിനെയാണ് നമ്മൾ ഡീഫ്ലൂറിഡേഷൻ എന്ന് പറഞ്ഞത്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദി എക്സസ് ഫ്ലൂറൈഡ് ഫ്രം ദ വാട്ടർ ഈസ് കോൾഡ് ഡീഫ്ലൂറിഡേഷൻ. ആ ഡീഫ്ലൂറിഡേഷന് വേണ്ടി ഇതുപോലെ നമ്മൾ ഡീഫ്ലൂറിഡേറ്റിംഗ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ എക്സസ് ഫ്ലൂറൈഡ് ഈസ് ഓൾസോ ഹാംഫുൾ. ദാറ്റ് ഈസ് 1 to 1.5 milligrams per liter ആണ് also harmful, and so as to cause spotting and discoloration of teeth, and long term exposure may result in permanent grey to black discoloration of the enamel. അപ്പോൾ ഫ്ലൂറൈഡ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ഫ്ലൂറിഡേഷൻ, എക്സസ് ആയിട്ടുള്ള ഫ്ലൂറൈഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡീഫ്ലൂറിഡേഷൻ എന്ന് പറഞ്ഞത്. അത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. സാധാരണ അതും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ എക്സസ് ഫ്ലൂറൈഡ് ഫ്രം ദ വാട്ടർ ഈസ് കോൾഡ് ഡീഫ്ലൂറിഡേഷൻ. അപ്പോൾ അതിനുവേണ്ടി ഡീഫ്ലൂറിഡേഷൻ ഏജൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുക. ഡീഫ്ലൂറിഡേറ്റിംഗ് ഏജൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞതാണ്. അതിൽ കുറേ ഇപ്പം നമ്മൾ പറഞ്ഞ കുറേ കെമിക്കൽ മാതിരി ഉണ്ട്. ഡീഫ്ലൂറിഡേറ്റിംഗ് ഏജൻറ്റ്സ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിന് ആ കോമ്പൗണ്ട്സിൻ്റെ പേര് ഇപ്പോൾ എഴുതണമെന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്ലൂറിഡേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രം മതി. Then explain the desalination process by electrodialysis with neat sketch. Desalination, അപ്പോൾ അതിൽ ഡീസാലിനേഷൻ മെത്തേഡ്സ് വേറെയും കുറേ ഉണ്ട്. ഇലക്ട്രോഡയാലിസിസ്, റിവേഴ്സ് ഓസ്മോസിസ്, അങ്ങനെ കുറേ മെത്തേഡുണ്ട്. ഇതിലിപ്പോൾ ഇലക്ട്രോഡയാലിസിസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോഡയാലിസിസ് മെത്തേഡിലാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് ആൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ സാൾട്ട് സൊല്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. ദെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ്. ദെൻ ദ സോഡിയം ആൻഡ് ക്ലോറിൻ അയോൺസ് ഗെറ്റ് ഫ്രീഡ് from water molecules, and they start moving towards their oppositely charged electric poles. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് സോഡിയം അയോൺസ് വിൽ മൂവ് ടുവേഴ്സ് ദ നെഗറ്റീവ് പോൾ, ദറ്റ് ഈസ് ദ കാഥോഡ്, ആൻഡ് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലോറിൻ അയോൺസ് വിൽ മൂവ് ടുവേഴ്സ് ദ പോസിറ്റീവ് പോൾ, ദറ്റ് ഈസ് ദ ആനോഡ്. ഇഫ് ദീസ് അയോൺസ്, ദറ്റ് ഈസ് cations and anions, are allowed to segregate in different compartments, then the water is left. What is left is the fresh water, and the segregation is achieved by means of thin plastic like sheets called membranes. They are made of peculiar chemical substances called ion exchange resins, and they are very, very thin, that is about 1/180th of a centimeter. And by choosing the right kind of resin, membranes could be made that would pass either positive or negative ions, but not both. Then the principle of electrodialysis is shown in one cell. ഇതിൽ നമുക്ക് ഒരു സെല്ലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെ കമ്പാർട്ട്മെൻറ്റ് പോലെയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഇവിടെ അതിന് നമ്മളാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞ്. ഒരു സെല്ലാണെങ്കിൽ ആദ്യം ഒരു സെല്ലിൽ നമ്മൾ കാഥോഡും ആനോഡും ഉണ്ട്. ആ കാഥോഡും എന്നിട്ട് ഒരു കാറ്റയോൺ പെർമിയബിൾ മെമ്പർ എന്ന് പറഞ്ഞാൽ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ആനയോൺ പെർമിയബിൾ മെമ്പറിൽ ആനയോൺ എക്സ്ചേഞ്ച് റെസിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നേരത്തെ നമ്മൾ പ്രിൻസിപ്പിൾ അതിൻ്റെ നേരത്തെ പറഞ്ഞു, വാട്ടർ പാസ് ചെയ്യുക. അപ്പം നെഗറ്റീവ് അയോൺസ് അല്ലെങ്കിൽ സോഡിയം അയോൺസിൻ്റെ ചാർജ് അതിൽ പോസിറ്റീവാണ്. അത് എന്ത് ചെയ്യും, നെഗറ്റീവ് അയോൺസിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടും ഈക്വലൈസ് ചെയ്യും ചാർജ്. ദെൻ അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സെൻട്രൽ പോർഷനിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കും. ബട്ട് രണ്ട് സൈഡിലും സോഡിയം, ഈ രണ്ട് പോർഷനിലും വരുന്നത് എന്ന് പറഞ്ഞത് ഹൈ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ സാൾട്ട് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ബ്രൈൻ എന്ന് പറഞ്ഞ്. Then
next question, explain the types of aerators with suitable figures. അത് 10 marks question ആണ്. അപ്പോൾ എയറേഷൻ എന്ന് പറഞ്ഞാൽ എയറേഷൻ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ഡിസോൾഡ് ഗ്യാസസ് ഫ്രം ദ വാട്ടർ. അതിന് ഉപയോഗിക്കുന്നതാണ് എയറേറ്റേഴ്സ്. എയറേറ്റേഴ്സ് ജനറലി ആർ ഓഫ് 2 types, then air into water and water into air. Air into water ആണെങ്കിൽ this method creates small bubbles of air that are injected into the water stream. But water into air ആണെങ്കിൽ this method is designed to produce small drops of water that fall through air. All aerators are designed to create a greater amount of contact between air and water to enhance the transfer of gases. And different types of aerators used are gravity aerator, spray aerator, diffused air aerator, mechanical aerators. Again, gravity aerators are divided into cascade aerator, cone aerator. First one, gravity aerator. അതിലാണ് ഗ്രാവിറ്റി എയറേറ്ററിൽ 2 type, കാസ്കേഡ് എയറേറ്റർ. എ കാസ്കേഡ് എയറേറ്റർ കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് that the water flows over. In all cascade aerators, aeration is accomplished in the splash zones and it can be used to oxidize iron and to partially reduce dissolved gases. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ഗ്യാസും റിമൂവ് ചെയ്യില്ല, പാർഷ്യലായിട്ട് മാത്രമേ ആ ഡിസോൾഡ് ഗ്യാസ് കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യൂ. Then cone aerator. Cone aerators are used primarily to oxidize iron and manganese from the ferrous state to the ferric state prior to filtration. The water being pumped to the top of the cones and then being allowed to cascade down through the aerator. Then spray aerator. This type of aerator has one or more spray nozzles connected to a pipe manifold. ഇവിടെ പൈപ്പിൽ ഒരു ആ പൈപ്പ് മാനിഫോൾഡിൽ സ്പ്രേ നോസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ വരാം. One or more spray nozzles connected to a pipe manifold. Then the water is sprinkled in fine jets through nozzles to a height of about 2 meter to 2.5 meter. The nozzles are generally operated at a pressure of 0.07 to 0.14 Newton per mm square, and the discharge through the nozzle will depend upon its design and available head of water. Diffused air aeration system. The diffused air aeration system, perforated pipes are installed at the bottom of the tank. The compressed air is blown through these pipes. Then the air bubbles while coming up from the bottom of tank come into close contact of water contained in the tank, and aeration of water is thus achieved. Then the depth of aeration tanks is generally about 2.5 to 3 meter, and they are generally work on the principle of continuous flow with a minimum detention period of 15 minutes, and the quantity of air consumed per 1000 liters of water varies from 0.3 to 0.6 meter cube. Air diffusion aerator is shown in figure. Then mechanical aerators. Mechanical aerators are of 2 types, surface aerators and turbine aerators. ഈ സർഫസ് എയറേറ്റർ ഇതെല്ലാം യൂസ് ചെയ്യുന്ന വാട്ടറിലല്ല, വേസ്റ്റ് വാട്ടറിൽ വരുമ്പോഴത്തേക്കാണ്. സർഫസ് എയറേറ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് സബ്മർജ്ഡ് ഓർ പാർഷ്യലി സബ്മർജ്ഡ് ഇമ്പellers which are centrally mounted in the aeration tank. Surface aerators agitate the wastewater vigorously, entraining air in the wastewater and causing a rapid change of the air-water interface to facilitate solution of the air. And turbine aerators are usually upflow types that rely on violent agitation of the surface and air entrainment for their efficiency. And then a draft tube may be utilized to control the flow pattern of the circulating liquid within the aeration tank. These mechanical aerators are shown in figure. Then next question, give an account on adsorption. അത് 5 മാർക്കിന് ചോദിച്ചേക്കണം, കൂടുതൽ മാർക്കിനും ചോദിക്കാം.
ഇപ്പോൾ അഡ്സോർഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ അഡ്ഹഷൻ ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ് ഫ്രം എ ഗ്യാസ്, ലിക്വിഡ് ഓർ ഡിസോൾവ്ഡ് സോളിഡ് ടു എ സർഫസ്. അബ്സോർഷൻ അല്ല, ഇത് അഡ്സോർഷൻ ആണ്. ഈസ് ദ അഡ്ഹഷൻ ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ്. ദെൻ this process creates a film of the adsorbate on the surface of adsorbent. But chemicals or substances which are used for adsorption is called adsorbent. Adsorption എന്ന് പറഞ്ഞാൽ is a surface phenomenon, and there are three types: physical adsorption, chemical adsorption, and exchange adsorption. In case of physical adsorption, the process is quite rapid and exothermic. Then adsorption occurs and adsorbate is held on the adsorbent surface by relatively weak intermolecular attractive force that is called van der Waals force. And adsorption is directly proportional to the absorbent surface and can occur as a mono or multi layers. Then reversible process, that is temperature increases and lowering of adsorbate concentration results in the desorption. And adsorbate is relatively free to move on the surface. Then chemical adsorption is an exothermic process and involves chemical interaction between the adsorbate and the adsorbent. And usually it is irreversible, that is if dissolved, the desorbent might have undergone chemical change and is different from the adsorbate. Then exchange absorption, it is charged sites on the surface are responsible, and adsorption by activated carbon is a combination of physical and chemical adsorption. And the adsorbents commonly used are activated carbon, silica gel, activated alumina, synthetic zeolite, etc. Next question: the following pipe network consists of 5 pipes. The head loss in pipe is given by HF equal to x into q square. The values of x for different pipes and the flows at nodes are given in figure. Calculate the discharge in each pipe of the network. അപ്പോൾ ഇതൊരു പൈപ്പ് നെറ്റ്വർക്കാണ്, ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഹെഡ് ലോസ് എന്ന് പറഞ്ഞത് HL ഈക്വൽ ടു നമ്മൾ സാധാരണ നേരത്തെ പഠിച്ച K ഇൻറ്റു ക്യൂ റൈസ് ടു എൻ. ആ കെയ്ക്ക് പകരം ഇവിടെ എക്സ് എന്നുള്ള തന്നിട്ടുണ്ട്. ക്യൂ റൈസ് ടു എൻ എന്നുള്ളതിന് പകരം അല്ലെങ്കിൽ എക്സ് എന്നുള്ളതിന് പകരമാണ് അവിടെ 2 തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഹാർഡി ക്രോസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഓരോ പൈപ്പിലെയും ഫ്ലോ അസ്യൂം ചെയ്യുക. ഇപ്പോൾ അറ്റ് ജംഗ്ഷൻ പോയിൻറ്റ് എ ആണെങ്കിൽ എൻറ്ററിങ് ഫ്ലോ 90. ആ 90 എന്ന് പറഞ്ഞത് 2 പൈപ്പിൽ പോകാം, എ ഡിയിലും എ ബിയിലും. അപ്പോൾ ഈ എത്ര അസ്യൂം ചെയ്യുന്നുള്ളത് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ കെ വാല്യൂ. കെ അല്ല, ഇവിടെ തന്നിങ്ങനെ എക്സ് വാല്യൂ എന്നാണ്. എക്സ് വാല്യൂ അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ ഡയമീറ്റർ. ഇവിടെ ഇപ്പോൾ ലെങ്തും ഡയമീറ്ററും പറഞ്ഞിട്ടില്ല, എക്സ് വാല്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ സം 90 വരണം. ആ സം 90 വരണം, ഇത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഏതെങ്കിലും 2 വാല്യൂ എടുക്കുക. അപ്പോൾ അതിൽ ഇപ്പോൾ ഇവിടെ ഞാൻ 30യും 60യും എടുത്തു. പക്ഷേ 30 എവിടെ കൊടുക്കും, 60 എവിടെ കൊടുക്കും എന്നുള്ളത് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ് വാല്യൂ. ഇപ്പോൾ എക്സ് വാല്യൂ കുറഞ്ഞെടുത്ത് കുറഞ്ഞ ഫ്ലോ കൊടുക്കുക, കൂടുതലുള്ളിടത്ത് കൂടുതൽ ഫ്ലോ കൊടുക്കുക. അപ്പോൾ അറ്റ് ജംഗ്ഷൻ പോയിൻറ്റ് എ എൻറ്ററിങ് ഫ്ലോ 90. ആ 90 എന്ന് പറഞ്ഞത് എ ബി എന്നുള്ള പൈപ്പിലും പോവാം, എ ഡി എന്നുള്ള പൈപ്പിലും പോവാം. എ ഡിയിൽ 30 കൊടുത്തു, എ ഡിയിൽ 60 കൊടുത്തു. അപ്പോൾ എ ഡി എന്നുള്ള പൈപ്പ് വഴി ഡിയിൽ 60 എത്തും. ആ 60യിൽ 20 ഔട്ട് ഗോയിങ് പോകുന്നുണ്ട്, ബാക്കി 40 വരും. ആ 40 എന്ന് പറഞ്ഞത് ഡി സി എന്നുള്ള പൈപ്പിലും പോവാം, ഡി ബി എന്നുള്ള പൈപ്പിലും പോവാം. അപ്പോൾ അവിടെയും എക്സ് വാല്യൂ കൂടുതലുള്ളിടത്ത് കൂടുതൽ ഫ്ലോ കൊടുത്ത് 40 സം വരണമെങ്കിൽ 30 + 10 അല്ലെങ്കിൽ 20 + 20 അല്ലെങ്കിൽ 25 + 15 എക്സെട്ര. ഇപ്പോൾ ഒരു ഓപ്ഷൻ എടുത്ത് 30യും 10ഉം 30 ഡി സിയിൽ കൊടുത്തു, ഡി ബിയിൽ 10 കൊടുത്തു. ദെൻ ഡി ബി എന്നുള്ള പൈപ്പ് വഴി ബിയിൽ 10 എത്തും, എ ബി എന്നുള്ള പൈപ്പ് വഴി 30 എത്തും. ബിയിൽ വരുമ്പോൾ അറ്റ് ജംഗ്ഷൻ പോയിൻറ്റ് ബി എൻറ്ററിങ് ഫ്ലോ ടോട്ടൽ 40. ആ 40യിൽ 30 ഔട്ട് ഗോയിങ് ആണ്,
ബാക്കിയുള്ള 10 ആ 10 പിന്നെ പോകാൻ പറ്റുന്നത് ബി സി എന്നുള്ള പൈപ്പിൽ, ബിയിൽ നിന്ന് സിയിലേക്ക് ആരോ അപ്വേർഡ്. അപ്പോൾ ബി സി എന്നുള്ള പൈപ്പ് വഴി 10 സിയിലെത്തും, ഡി സി എന്നുള്ള പൈപ്പ് വഴി 30 സിയിലെത്തും, ടോട്ടൽ 40. ആ 40 എന്ന് പറഞ്ഞത് ഔട്ട് ഗോയിങ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എപ്പോഴും എൻറ്ററിങ് ഫ്ലോയും ലീവിങ് ഫ്ലോയും സെയിം ആയിരിക്കും. ഇവിടെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൻറ്ററിങ് ഫ്ലോ 90 വരണുണ്ട്, ലീവിങ് ഫ്ലോ എന്ന് പറഞ്ഞത് 20 + 40 + 30, അപ്പോൾ ടോട്ടൽ 90. എൻറ്ററിങ് ഫ്ലോയും ലീവിങ് ഫ്ലോയും ഓരോ ഇതിൽ മൊത്തത്തിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഹാർഡി ക്രോസ് പ്രൊസീജിയർ ഇപ്പോൾ ഇത് 20 മാർക്സ് ഉണ്ട്, അപ്പോൾ 2 കറക്ഷനെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുക ഹാർഡി ക്രോസ് പ്രൊസീജിയർ ഫോർ ഫസ്റ്റ് കറക്ഷൻ. അപ്പോൾ അതിൻ്റെ ടാബ്ലർ കോളംസ് പൈപ്പ്, അസ്യൂംഡ് ഫ്ലോ, എക്സ് വാല്യൂ, then HL equal to x into q square, HL by QA, then corrected Q after first correction. corrected Q എന്ന് പറഞ്ഞത് assumed flow plus correction. അപ്പോൾ ഇവിടെ പൈപ്പ് പറയുമ്പോൾ ഇവിടെ ഒരു കോമൺ പൈപ്പ് ഉണ്ട് DB അല്ലെങ്കിൽ BD. അപ്പോൾ ഈ കോമൺ പൈപ്പ് ഈ നെറ്റ്വർക്കിനെ 2 ലൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന ലൂപ്പ് ഏതാണോ അതവിടെ എഴുതുക. ഫോർ ലൂപ്പ് എ, ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ADBA ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് എടുത്തു, അതാണ് ഫസ്റ്റ് ലൂപ്പ്. അതിനകത്തുള്ള പൈപ്പ്സ് താഴെ എഴുതുക. പൈപ്പ് ഏതൊക്കെ AD. അപ്പോൾ ഇത് പറയുമ്പോൾ ഒന്നിൽ എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പറയുക, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പറയുക. ഞാനിപ്പോൾ ക്ലോക്ക് വൈസിലാണ് എടുത്തേക്കണേ. അപ്പോൾ ADBA അതിലെ പൈപ്പ് ADDBBA. അപ്പോൾ ആ DB എന്ന് പറഞ്ഞ കോമൺ പൈപ്പാണ്, അതുകൊണ്ട് അത് കോമൺ പൈപ്പ് എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിൽ അസ്യൂംഡ് ഫ്ലോസ് ADയിൽ നമ്മൾ അസ്യൂം ചെയ്ത 60, DB 10, BA നമ്മൾ അസ്യൂം ചെയ്തത് ABയിലാണ് 30 അസ്യൂം ചെയ്തത്. അപ്പോൾ BA പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറി, അപ്പോൾ അത് -30. ദെൻ എക്സ് വാല്യൂസ് ഓരോന്നിലെയും തന്നിട്ടുണ്ട്, അതവിടെ എൻട്രി ചെയ്തു. HL എന്ന് പറഞ്ഞത് x into q square. ഈ കോളം ശ്രദ്ധിക്കുക, HL എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുമ്പോൾ q square എടുക്കുമ്പം പോസിറ്റീവ് വരുള്ളൂ. പക്ഷേ അസ്യൂം ചെയ്ത ഫ്ലോ നെഗറ്റീവ് ആണെങ്കിൽ ഹെഡ് ലോസും നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ആ B എന്നുള്ള പൈപ്പിൽ അസ്യൂം ചെയ്ത ഫ്ലോ -30, അപ്പോൾ അവിടെ കിട്ടിയ ഹെഡ് ലോസ് സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് വരും. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്ത ഫ്ലോ നെഗറ്റീവ് ആയതുകൊണ്ട് ഹെഡ് ലോസും നെഗറ്റീവായിട്ട് കൊടുക്കുക. അപ്പോൾ -1800. ദെൻ ഇതിൻ്റെ സിഗ്മ HL കാണുക. ദെൻ HL by QA എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ HL വാല്യൂസിന് അസ്യൂംഡ് ഫ്ലോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെയും സം എടുക്കുക. ദാറ്റ് ഈസ് സിഗ്മ HL by QA. ദെൻ കറക്ഷൻ ഡെൽറ്റ ഈക്വൽ ടു ഹാർഡി ക്രോസ് മെത്തേഡ് വെച്ചിട്ട് -സിഗ്മ HL ഡിവൈഡഡ് ബൈ x ഇൻറ്റു സിഗ്മ HL by QA. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് അവിടെ 2 എന്ന് തന്നെ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരില്ല, ക്വസ്റ്റ്യനിൽ എക്സ് വാല്യൂസും തന്നിട്ടുണ്ട്. ഞാൻ ജനറൽ ഇക്വേഷൻ HL ഈക്വൽ ടു K ഇൻറ്റു Q റൈസ് ടു N, ആ എന്നിൻ്റെ വാല്യൂ ആണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് ആ എക്സിൻ്റെ വാല്യൂ 2 ആയിട്ട് എടുക്കുക. അപ്പോൾ ഡെൽറ്റ 1 ഈക്വൽ ടു കിട്ടുന്ന -20.5. ഇവിടെ അതുപോലെ യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് യൂണിറ്റ് ഇടാത്ത. ഇപ്പോൾ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെങ്കിൽ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ഒന്ന് കൊടുക്കുക. ഇതിലിപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് യൂണിറ്റ് ഇട്ടിട്ടില്ല. ദെൻ കറക്റ്റഡ് Q എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് ഫ്ലോ പ്ലസ് കറക്ഷൻ. ഇപ്പോൾ AD എന്നുള്ള പൈപ്പ് എടുക്കുകയാണെങ്കിൽ അസ്യൂം ചെയ്ത ഫ്ലോ 60 പ്ലസ് കറക്ഷൻ -20.5, അപ്പോൾ 39.5. ഇനി DB എന്ന് പറഞ്ഞത് കോമൺ പൈപ്പാണ്, അത് 2 ലൂപ്പിലെയും കറക്ഷൻ അതിൽ അപ്ലൈ ചെയ്യണം, അത് ബ്ലാങ്ക് ആയിട്ട് ഇപ്പോൾ ഇടുക. ദെൻ B എന്നുള്ള പൈപ്പ് വരുമ്പോൾ BAയിൽ അസ്യൂം ചെയ്ത ഫ്ലോ -30 പ്ലസ് ആ കറക്ഷൻ -20.5, അപ്പോൾ -50.5. ഇത്രയാണ് ഫസ്റ്റ് ലൂപ്പിൽ. നെക്സ്റ്റ് സെക്കൻഡ് ലൂപ്പിൻ്റെ പേരും നമ്മളിപ്പോൾ ക്ലോക്ക് വൈസിൽ പറയണതുകൊണ്ട് ഫോർ ലൂപ്പ് DCBD അതിലെ പൈപ്പുകൾ DC, CB ആൻഡ് BD. അതിലും BD എന്ന് പറഞ്ഞത് കോമൺ പൈപ്പ്. DCയിൽ അസ്യൂംഡ് ഫ്ലോ DC, CB, BD ഇതിലെല്ലാത്തിലും അസ്യൂംഡ് ഫ്ലോ എടുത്തു. DCയിൽ നമ്മൾ നേരത്തെ എടുത്ത് 30, CB എടുത്തപ്പോൾ BCയിലാണ് നമ്മൾ 10 എടുത്ത്, അപ്പോൾ CB വരുമ്പോൾ -10. DBയിൽ നമ്മൾ 10 എടുത്തു, BD ആണെങ്കിൽ അപ്പോൾ ഡയറക്ഷൻ മാറി -10. ദെൻ
സിമിലർലി ഇപ്പം ഫസ്റ്റ് ലൂപ്പിൽ ചെയ്ത മാതിരി എക്സ് വാല്യൂസ് ഇങ്ങോട്ട് എൻ്റർ ചെയ്യുക, എച്ച് എൽ കണ്ടുപിടിക്കുക, എച്ച് എൽ ബൈ ക്യു എ, ദെൻ കറക്റ്റഡ് ക്യൂ, അതെല്ലാം കണ്ടുപിടിച്ച് വീണ്ടും ഇതിലെ കറക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഡെൽറ്റ 1 ഈക്വൽ ടു -10, ദെൻ കറക്റ്റഡ് ക്യൂ ഈക്വൽ ടു ഇപ്പോൾ ചെയ്താൽ അസ്യൂംഡ് ഫ്ലോ പ്ലസ് ഈ കറക്ഷൻ. പക്ഷേ കോമൺ പൈപ്പ് വരുമ്പോൾ കോമൺ പൈപ്പ് ഇല്ല. ഇപ്പോൾ ഡി ബിയിൽ പറയുകയാണെങ്കിൽ ഡി ബിയിൽ അസ്യൂം ചെയ്ത ഫ്ലോ 10, ദെൻ പ്ലസ് ആ ലൂപ്പിലെ കറക്ഷൻ -20.5 പ്ലസ് സെക്കൻഡ് ലൂപ്പിലെ കറക്ഷൻ. സെക്കൻഡ് ലൂപ്പിൽ ഡി ബി എന്നല്ല പേര് ബി ഡിയാണ്. അപ്പോൾ കറക്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ബി ഡിയിൽ കിട്ടിയ കറക്ഷൻ -10, അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് +10, അപ്പോൾ കിട്ടുന്ന ആൻസർ -0.5. തിരിച്ച് താഴെ ബി ഡിയിൽ വരുമ്പോൾ ബി ഡിയിൽ അസ്യൂം ചെയ്തേക്കുന്ന ഫ്ലോ -10 പ്ലസ് ആ ലൂപ്പിലെ കറക്ഷൻ അത് -10 പ്ലസ് മേളിലത്തെ ലൂപ്പിൽ ബി ഡി എന്നല്ല ഡി ബി എന്ന പേര്. അപ്പോൾ ആ ഡി ബിയിൽ കിട്ടിയ കറക്ഷൻ -20.5, അപ്പോൾ ബി ഡിയിൽ വരുമ്പോൾ +20.5, അപ്പോൾ 0.5. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ മാത്രം വ്യത്യാസം. ദെൻ എന്നിട്ട് വീണ്ടും ഒരു ഹെഡിങ് കൊടുക്കുക, ഫ്ലോസ് ആഫ്റ്റർ ഫസ്റ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ഓരോ പൈപ്പിലെയും പുതിയ ഫ്ലോ എല്ലാം ഇതിനകത്തോട്ട് എൻട്രി ചെയ്യുക. എന്നിട്ട് ഈ ഫിഗർ വരച്ചിട്ട് ഇപ്പോൾ കിട്ടിയ ആൻസർ ഈ ഫ്ലോയിൽ ആ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ആൻസർ, കറക്റ്റഡ് ക്യൂ. സിമിലർലി ഇതേ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് ഇപ്പോൾ കിട്ടിയ ആൻസർ അസ്യൂംഡ് ഫ്ലോ ആയിട്ട് വെച്ച് ഹാർഡി ക്രോസ് പ്രൊസീജിയർ ഫോർ സെക്കൻഡ് കറക്ഷൻ ചെയ്യുക. സെയിം പ്രൊസീജിയറിൽ സെക്കൻഡ് കറക്ഷൻ ചെയ്ത് വീണ്ടും ടാബ്ലർ കോളത്തിൽ അസ്യൂംഡ് ഫ്ലോ കിട്ടിയ ആൻസർ എൻട്രി ചെയ്യുക, എന്നിട്ട് ഫിഗറിൽ മാർക്ക് ചെയ്യുക.